എന്താ മാഷേ പെണ്ണ് കാണാൻ പോണ്ടോ? ഇപ്പോഴേ മാഷേ, ഞാന് എന്റെ ഒരു സഹപ്രവർത്തകൻ നസ്രാണി മലയാളം മാഷ. അയാൾ അച്ഛൻ കെട്ടി തൂങ്ങിച്ചത്ത്. അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തേ പോരണോ? ഇയാള് വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ബെല്ലടിച്ചു പോയൻ. എനിക്ക് ഒരെണ്ണം കൊണ്ട് തരൂ. അനക്ക് വേണേ എന്നോട് ചോദിച്ചൂടെ, ഞാൻ കൊണ്ടു തരില്ലേ? ഇയാളിപ്പോ എന്താ കൊണ്ടുകൊടുക്കാൻ പോണത്? ആ കുട്ടി എന്താ ചോദിച്ചാൽ അത്. ആ കുട്ടി എന്താ ചോദിച്ചാ പറ. ഇയാൾ എന്തിനാ വെറുതെ വാളും കൊണ്ട്? കുട്ടിക്ക് എന്താ വേണ്ടത് എന്നോട് പറയും. എത്ര വേണേ ഞാൻ തരാം. കല്യാണപ്പൂ. എന്താ മാഷേ? കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗഗന്ധിക പൂ. മാഷേ, എനിക്കൊരെണ്ണം കൊണ്ട് തരൂ. തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണേ 1 2 ചാക്കി അങ്ങോട്ട് തരാം. കല്യാണപ്പൂവാ? ആ താൻ കൊണ്ടുവന്ന് കൊടുക്കുവോ? ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ നിന്ന് പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ശീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതിൽ കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേതാ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാ. കൊറേ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പോരെ സൗഗന്ധിക പൂവ്. ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക്. 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള്? പോയി അവിടുന്ന്. അങ്ങനെ ഭീമസേനൻ കല്യാണ സൗഗന്ധിപ്പൂ പറിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. കാടും പടലും അടിച്ചു വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഒരു വയസ്സം കുരങ്ങൻ വഴി മുടക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുന്നു. എന്തിനാ? ഭീമനെ പരീക്ഷിക്കാനായി. സോറി സോറി. എന്നിട്ട് സാർ പരീക്ഷിക്കാനായി? എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹേയ്, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ പങ്കില മാനസർ കാണുകില്ലേ. ഹേയ്, എങ്കിലും ചന്ദ്രികെ ലോകമല്ലേ. ചന്ദ്രിക ഇത് ലോകല്ലേ? നമ്മളിങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റുമോ? നാട്ടുകാർ നമ്മൾ ഭീമന്റെ കഥയല്ലേ പറഞ്ഞു വന്നത്? അതെ, അതെനിക്കറിയാം. ഭീമൻ നിന്റെ വല്യമ്മയുടെ മോനൊന്നല്ലോ. ഇരിക്കടാ കാശുവണ്ടി മോറൻ. അങ്ങനെ ഭീമനെ പറ്റിക്കാനായി ഹനുമാൻ ഒരു കുരങ്ങന്റെ വേഷത്തില് തന്റെ നരച്ച വാലും നീട്ടി ഭീമന് വഴിമുടക്കിയായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആട്ടെ, ഭീമൻ എന്തിനാ കാട്ടിപ്പോയത്? പൂ പറിക്കാൻ. ഏത് പൂവ്? കല്യാണ സൗഗന്ധിക പൂ. പൂ പറിക്കാൻ ഭീമൻ ഒറ്റയ്ക്കാണോ പോയത്, അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അറിയില്ല. ഇവിടെ അറിയോ? ആർക്കും അറിയില്ല. എന്നാ കവിത പറയൂ. കവിത ഞാൻ പറയണോ? കാനന ചായയിലടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മൾ
പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. അയ്യടാ നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. സൈലൻസ് സൈലൻസ്. ഇതെന്താ ക്ലാസ് റൂമോ അത് ചന്തപ്പരയോ? ശരിയായിട്ടുള്ള ഉത്തരം പറയൂ കുട്ടി. പൂ പറിക്കാൻ പോയപ്പോ ഒറ്റയ്ക്കാണോ പോയത് അതോ തോഴിമാരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാഷെ. ആരാ? സിന്ധു സുമതി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കറക്റ്റ്. ഹേയ്. എന്റെ കൃഷ്ണാബായി ഇതുപോലെ ആയിരിക്കും. എന്ത് ചെയ്യാ? എന്താ മാഷ തർപ്പിച്ച് നോക്കുന്നേ? ഒന്നുമില്ല. എന്നെ മുമ്പ് കണ്ട മാതിരാ? ഇപ്പൊ ചെറിയ ചേഞ്ച് ഒക്കെ അല്ലേ? മേക്കുമ്പോ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട്. ഏതാണ്ട് പുലിക്കളിക്ക് മേക്കപ്പ് ചെയ്ത പോലെയാ. ആ തമ്പുരാട്ടി എഴുന്നള്ളില്ലോ. എന്താണ് മീരാബായി, രാവിലെ എണീറ്റാല് ഒരു കപ്പ് കാപ്പി തരാൻ ആളില്ല. തോന്നുമ്പോ വരാനും പോകാനും ഇതെന്താ സർക്കാർ ഓഫീസറ്റാ? മാസം കൂടുമ്പോ ശമ്പളം എണ്ണി തരുന്നില്ലേ? ആഹാ, നിങ്ങൾ തരുന്ന ഉലുവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അതെന്താ മാഷെ നിങ്ങൾ കൊടുക്കുന്നത് കള്ളനോട്ടാണോ? മാഷി മിണ്ടാതിരി. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ബോംബെയിലായിരുന്നപ്പോ എന്റെ കൃഷ്ണാബായി ബോംബെയിലെ കിതാബ് തുറക്കണ്ട, അതോടെ നിർത്തിക്കാളെ. കുറെ കാലായി ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അല്ല, നിങ്ങൾ എന്തിനാ ഈ ഒച്ചയും ബഹളമൊക്കെ കൂട്ടണേ? ഒരു ഗ്ലാസ് ചായ. ചായക്കാ? ആ. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഒരു ബക്കറ്റ് ചായ തിളപ്പിച്ച് വെച്ചിട്ടല്ലേ പോയത്. ആ എന്നാ ഗുസ്തി പണ്ടാറക്കാലന് ആ ചായ മുഴുവനും ആ പാവം കുടിക്കാൻ വഴിയില്ല. ഇയാളെ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാനക്കേട്. എന്റെ ദൈവമേ, എന്തൊരു സാധനപ്പ ഇത്! 2 കിലോ അരിയിൽ ഇത്രയും കല്ലുണ്ടെങ്കിൽ ഒരു ചാക്ക് അരിയിൽ എത്ര കിലോ കല്ല് കാണും? ആ ഇരിങ്ങാലക്കുടക്കാരൻ നസ്രാണി മാഷില്ലേ, അയാളുടെ മൂത്രത്തിൽ അപ്പടി കല്ല. അപ്പൊ മൂത്രത്തിലെ കല്ല് ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ടോ? എങ്കിൽ അരിയിലെ കല്ലിൽ നിന്നും മൂത്രത്തിലെ കല്ല് കിഴിക്കണം. എടോ, തന്റെ വളിപ്പ് കേൾക്കാനല്ല ഞാൻ വന്നത്. ഇങ്ങനെ കച്ചവടം ചെയ്താൽ താൻ ദുബായിക്കൊന്നും പോണ്ടി വരില്ല. അല്ലെങ്കിലും ഇപ്പൊ ദുബായി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എന്നാ താനെന്താണ്ട് ഈ കള്ളന്മാരെ നോക്കണ മാതിരി നോക്കണത്? അതെ, സ്വന്തം കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാ. എന്റെ കയ്യിൽ ഇപ്പൊ താൻ നോക്കണ്ട, താൻ സാധനങ്ങൾ എടുക്ക്, എനിക്ക് പോണം. അല്ല പിന്നെ വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് 18 വയസ്സ് അശ്വതി നക്ഷത്രം. സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഭരതൻ പിള്ളയുടെ മോളുടെ കാര്യല്ലേ? ഇയാളിത് രാവിലെ തുടങ്ങിയല്ലോ ഒരു ഉണങ്ങിയ ട്യൂണും വെച്ചിട്ട് ഡൈയൊക്കെ മൂക്കുമ്പോലായിരുന്നു. ശരി, ആകെ തെറ്റി. ഈ സംഗീതം എന്നൊക്കെ പറയണത് ഒരു ജന്മവാസനയാ. ആ ലതാ മങ്കേഷ്കറെ മോനല്ലേ മൂപ്പര്? നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം ഓതണ പോലെയാ. ഞാനും ഇത് കുറെ നാളായി കേക്കണേ. ആരോടോ ഈ പോത്തിന്റെ ചെവിട്ടില് വേദോ? ഇത് ഏത് കിഴങ്ങനാ? അപ്പൊ പോത്തോ? ആയിരിക്കണോ? ആ, പോത്തും സംഗീതമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊന്ന് വായിച്ച്. ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ട് കച്ചവടം? എന്താ ഓണത്തിന്റെ ഇടയിൽ പൂട്ട് കച്ചവടം നടത്താൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. വിട്ടു തന്നുണ്ടെങ്കിൽ ഓണായാലും വിഷു ആയാലും പെരുന്നാളായാലും ഓക്കെ. അതല്ല മാഷേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാഷ് വെറുതെ തോക്കിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കാൻ. ആരാ വെടിവെച്ചേ? എടോ, നിങ്ങൾ താൻ ഇയാൾ കാലത്തെ രാവിലെ സൗകര്യം തുടങ്ങി ചെയ്യാൻ കൊല്ലിന്റെ വന്നിട്ട് രാവും കൊണ്ട് സംഗീതത്തെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയാമോ? നിർത്ത്. അതെ, ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോറാണെങ്കിൽ എനിക്കറിയാലോ. ആ ടാഗോർ മൂപ്പർ അമ്മോനാണല്ലോ. കവി എന്താ പറഞ്ഞേ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്യം കിടക്കാന്ന്. ഒരു മുള്ള ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന മാഷ് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കി, നിങ്ങളാണ് ഉദാഹരണം പറഞ്ഞത്. ഒരു മുള്ളെങ്കിൽ എങ്ങനെ മാഷെ ഒലക്കപ്പുറത്ത് കിടക്കുക? ഒലക്ക് വീതി ഉണ്ടെങ്കിൽ കിടന്നു. രീതിയിലുള്ള ഒലക്കല്ല കിടക്ക. കുറെ കാലം ഈ തൊല്ലി ഉദാഹരണം കൊണ്ട് കിടക്കണേ. മ്ലേച്ഛൻ. ഞങ്ങൾക്ക് മസൂരി തീരാന്ന് പറഞ്ഞാ. ഗണപതി മാസം ഞങ്ങളെ യുക്തി പോലെ എന്തെങ്കിലും എന്തിനാ? പറഞ്ഞിപ്പിക്ക്. അല്ല രാവണ്യോ? അല്ല മറ്റവർ രണ്ടുപേരും എന്ത് ചെയ്യും? അവര് പിന്നെ നല്ല സുഖമില്ല, കിടപ്പാ. എന്താ സുഖം? വസൂരിയ കൂടിയ സൈസാ. അയ്യോ, അപ്പൊ ഞാൻ വന്ന കാര്യം നടക്കില്ലല്ലോ. അത് പിന്നെ വാടകയുടെ കാര്യമല്ല, അതങ്ങോട്ട് എത്തിക്കാം.
അതല്ലേ ഭരതൻ മുതലാളിന്റെ മകള് കവിതയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ, ട്യൂഷൻ എടുക്കാൻ. ആ അല്ല രാഹുലിനൊപ്പം വന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് വസൂരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. തന്നെ മാഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ വാടക വാങ്ങിക്കാൻ വന്നാന്ന് വിചാരിച്ചു. ഒന്നുമില്ലെങ്കിൽ താനൊരു മാഷല്ലേ, നാല് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെ നുണ പറയാ? ദേ ഞങ്ങൾക്ക് വസൂരി ഒന്നും ഇല്ല കേട്ടോ, വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചെന്നാ. ഇനി മുതൽ വാടക വേണ്ടെന്നും പകരം ട്യൂഷൻ എടുത്താൽ മതി എന്നും മുതലാളി പറഞ്ഞു. അയ്യോ ആ, ശരി, അപ്പൊ ഞാൻ പോട്ടെ. ദേ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ. ഈ അവിഞ്ഞ വർത്താനം വേണ്ട. മേലിൽ ആര് വാടക ചോദിച്ചു വന്നാലും ഞങ്ങൾക്ക് വസൂരി എന്ന് തന്നെ പറഞ്ഞേക്ക്. അതെ. പട്ടണ ഞാൻ കൂടെ താമസിച്ചപ്പോ ഞാൻ തീരുമാനിച്ചതാ. നിക്കണോ എവിടെ? മാഷേ ചായ ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വീണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ്